നീറ്റ് എക്സാമിനേഷൻ 2026 മെയ് 3 നടക്കുമ്പോൾ കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടോ? വിജയം നമ്മുടേതാക്കി മാറ്റാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയ് 3 2 മണി മുതൽ 5 മണി വരെയുള്ള 3 അവേഴ്സിന്റെ എക്സാമിനേഷൻ. ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. ഒരല്പം ഉറക്കം വരുന്ന, ഒരല്പം ക്ഷീണം തരുന്ന ആ സമയത്താണ് നീറ്റിന്റെ എക്സാമിനേഷൻ നടക്കുക. ഈ സെയിം പാറ്റേണിൽ ഇന്നു മുതൽ എവറി ഡേ ഓരോ മോക്ക് ടെസ്റ്റ് പേപ്പറുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ സമയവും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി 5 to 6 അവേഴ്സ് മാറ്റി വെച്ചിരിക്കണം. ബാക്കിയുള്ള സമയത്തിൽ 4 അവേഴ്സ് എവറി ഡേ ബയോളജി പഠിക്കാനായി മാറ്റിവെക്കുക. 3 അവേഴ്സ് ഈച്ച് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാറ്റിവെക്കുക. ഇനി 3 മണിക്കൂറിന്റെ മോക്ക് ടെസ്റ്റ് പേപ്പർ എവറി ഡേ. അതിനുശേഷം 2 മണിക്കൂർ ആ മോക്ക് ടെസ്റ്റ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യാനായി. അതായത് 12 മണിക്കൂർ സ്റ്റഡിയും 3 മണിക്കൂർ മോഡൽ എക്സാമിനേഷനും 15 മണിക്കൂർ ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി പഠിച്ചിരിക്കണം. NCERT-യിൽ നമ്മൾ ഇതുവരെ പഠിച്ചു തീർത്ത മുഴുവൻ ചാപ്റ്ററുകളുടെയും ക്യാപ്സ്യൂൾ നോട്ടുകൾ വെച്ച് റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി തിയറി പഠിക്കാനുള്ള സമയമല്ല. ഈ സമയം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ് ആയ സ്റ്റഡിയാണ് വേണ്ടത്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓബ്ജക്റ്റീവിലെ തന്നെ NCERT-യിലെ വെരി സിമിലർ പാറ്റേണിൽ എൻട്രൻസ് എക്സാമിനേഷൻ 2026-ൽ ചോദിക്കാൻ സാധ്യതയുള്ള വെരി സിമിലർ ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്കറിയാം നീറ്റിന്റെ എക്സാമിനേഷൻ ഹാളിൽ 180 ക്വസ്റ്റ്യൻസ് ആണ് നാം ആൻസർ ചെയ്യേണ്ടത്. ഈ 180 ക്വസ്റ്റ്യൻസിലെ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഇത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, ഇത് സോൾവ് ചെയ്തിട്ടുള്ളതാണെന്ന് ഒരു തോന്നൽ എക്സാം ഹാളിൽ ലഭിക്കുമ്പോഴാണ് 1 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസിയായി ആൻസറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും OMR ഷീറ്റിനെ ബബിൾ ഫില്ല് ചെയ്യാനും സാധിക്കുക. ഇതിനോടൊപ്പം എക്സാം ഹാളിലെ 3 അവേഴ്സിനെ ടൈം മാനേജ് ചെയ്യാനും ഞാൻ പഠിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സിമ്പിൾ, ആവറേജ്, ടഫ്, വെരി ടഫ് 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് 4നെ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4 ലെവലിൽ ആൻസർ ചെയ്യാനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ സ്ട്രാറ്റജി മേക്ക് ചെയ്യാനും എക്സാം ഹാളിൽ ടൈം മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ എങ്കിൽ ആൽഫ അക്കാഡമിയുടെ ട്രെയിനിങ് പ്രോഗ്രാമിലും ഈ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാട് കയറിയുള്ള പഠനമല്ല വേണ്ട, ലക്ഷ്യം വിജയം നേടാനുള്ള ഷാർപ്പൻ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിക് സ്റ്റഡിയാണ് വേണ്ടത്. അത് ഇന്നു മുതൽ തയ്യാറാക്കുക. വിജയം നേടുന്നത് വരെ നിരന്തരമായി പരിശ്രമിക്കുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.